ഇംഗ്ലീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോൾ ഇവിടെ അവശേഷിപ്പിച്ച ചില നല്ല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അവരുടെ ഭാഷ. ആ ഇംഗ്ലീഷിനെ അതിനുശേഷം നമ്മൾ പിന്നീട് പതിയെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഇപ്പോൾ ഇംഗ്ലീഷ് ഇല്ലാതെ നമുക്ക് വയ്യ എന്ന അവസ്ഥയായിട്ടുണ്ട്. ഒട്ടുമിക്ക വാക്കുകളുടെയും മലയാളം നമുക്കറിയില്ല. അതൊക്കെ നമ്മൾ ഇംഗ്ലീഷിലാണ് പലപ്പോഴും പറയാറുള്ളത്. അതിൽപ്പെട്ടതാണ് കാറും ജീപ്പും ബസ്സും നമ്മുടെ സ്വിച്ചും ഫാനും ഒക്കെ. കേരളത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രമാത്രം നമ്മൾ ഇംഗ്ലീഷിനെ ഇഷ്ടപ്പെടുന്നുവെന്ന്. ഒരു നെയിം ബോർഡ് നമുക്ക് മലയാളത്തിൽ കണ്ടെത്താൻ വലിയ പ്രയാസമായിരിക്കും. എന്നാൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലൊന്നും ഇങ്ങനെയല്ല കാര്യങ്ങൾ. ഇങ്ങനെയുള്ള മലയാളികൾ മുമ്പിലേക്കാണ് ഭരണഭാഷ മലയാളമാക്കിക്കൊണ്ട് നമ്മുടെ സർക്കാരുകൾ മുന്നോട്ട് വരുന്നത്. നമ്മുടെ ഓഫീസിൽ പോയി ഒരു കത്ത് എഴുതുമ്പം ഫ്രമും ടു എഴുതാറുണ്ട്. അതെന്തിനാ നമുക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഫ്രമിന് മലയാളീകരിച്ചുകൊണ്ട് പ്രേക്ഷകൻ എന്നാക്കിയിരിക്കുന്നു. ടു എന്നുള്ളിടത്ത് ഗ്രാഹകൻ എന്നാക്കിയിരിക്കുന്നു. ഈ പ്രേക്ഷകനും ഗ്രാഹകനുമൊക്കെ എന്താ എന്നറിയാതെ സർക്കാർ ഓഫീസിൽ ചെന്ന് പട്ടം കറങ്ങുന്ന മലയാളിക്ക് പൊതുവെ ഇതൊക്കെ വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭരണഭാഷ മലയാളീകരിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് സംഭവിക്കാൻ പോകുന്നത്? സത്യത്തിൽ ഒരു ആവശ്യത്തിന് വേണ്ടി സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുന്ന ആളുകൾ കൂടുതൽ പ്രയാസത്തിലായി എന്നല്ലാതെ. ഇതിവിടെയും തീരുന്നില്ല, വിദ്യാഭ്യാസത്തിലേക്കും എത്തിയിരിക്കുന്നു. മലയാള പദങ്ങൾ മാത്രം പഠിച്ച് സ്കൂളുകളിൽ മലയാളം മീഡിയത്തിൽ മലയാളീകരിച്ചുകൊണ്ട് ചില ശാസ്ത്രീയ പദങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാള മീഡിയം സ്കൂളിനെയോ മലയാള മീഡിയം വിദ്യാഭ്യാസത്തെയോ ഞാൻ എതിർക്കുന്നില്ല, പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ മലയാള മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികളെ സയൻസിലെ ടെക്നോളജിയിലെ ചില ടേമുകൾ ചില പദപ്രയോഗങ്ങൾ മലയാളീകരിച്ച് പഠിപ്പിക്കുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് അവരുടെ വിദ്യാഭ്യാസത്തിൽ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത്? ഈ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് +1 എത്തുമ്പോൾ പിന്നെ കാണുന്നത് മുഴുവൻ ഇംഗ്ലീഷിലാണ്. ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകർ പരാതി പറയുന്നുണ്ട്, അവർക്ക് ഇംഗ്ലീഷിലൊരു ടേമും ക്ലാസ്സിൽ പറയാൻ വയ്യ. അത് പറയുമ്പോഴേക്ക് കുട്ടികൾ ഇങ്ങനെ മിടിച്ചു നോക്കുകയാണ് കണ്ണുകളിലേക്ക്. അപ്പോൾ അത്രയും മലയാളീകരിച്ചുകൊണ്ട് ശാസ്ത്രീയ പദങ്ങളെ എന്തുകൊണ്ട് ആ രൂപത്തിൽ പഠിപ്പിച്ചുകൂടാ? സയൻസ് ടേമുകളെ സയൻസ് ടേമുകളായി എന്തുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ പഠിപ്പിച്ചുകൂടാ? അപ്പോൾ വിദ്യാഭ്യാസത്തിലും അതുപോലെ ഭരണഭാഷ മലയാളമാക്കുന്നതിലുമൊക്കെ ഇത്രമാത്രം താല്പര്യം കാണിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്? മാത്രമല്ല, ഇപ്പോൾ PSC പരീക്ഷകളിൽ വരെ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നു. അതായത് മലയാള മീഡിയത്തിൽ പഠിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ഒരു PSC എക്സാം, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി മറ്റൊരു PSC എക്സാം. അതുകൊണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് പഠിക്കാത്ത മലയാളങ്ങളൊക്കെ ഇന്ന് ഉദ്യോഗാർത്ഥികൾ PSCക്ക് വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത കൂടി അറിയുമ്പോൾ അതിൻ്റെ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുന്നവർ വീണ്ടും മലയാളം പഠിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതും കടുകട്ടി മലയാളം ചോദിച്ച് എങ്ങനെ ഇവരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാമെന്നായിരിക്കും PSC ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത്തരം പരിഷ്കാരങ്ങളൊക്കെയും സമൂഹത്തിൻ്റെ നന്മക്കായിരിക്കണമെന്ന് നമ്മുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കിയാൽ അത് വളരെ നന്ന് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.